Good day, dear students. സോ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊഡ്യൂൾ 3 എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ 2 മൊഡ്യൂളിനെ വെച്ച് ഈ മൊഡ്യൂൾ 3യുടെ ആദ്യത്തെ കുറേ ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ ലാബിൽ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ഈ മൊഡ്യൂൾ 3യിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലേഔട്ട്സ് നമ്മൾ ചെയ്തു, ലേഔട്ട്സ് നമ്മൾ ചേഞ്ച് ചെയ്തു, ലീനിയർ ലേഔട്ട് നിങ്ങൾ പഠിച്ചു, ആബ്സല്യൂട്ട് ലേഔട്ട് എന്താണെന്നുള്ളത് കണ്ടു. സോ അതേപോലെയുള്ള ലേഔട്ട്സാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക്ക്. പിന്നെ കുറേ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കൺട്രോൾസിനെയാണ് നമ്മൾ വ്യൂസ് എന്ന് പറയുന്നത്. സോ കുറേ കൺട്രോൾസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ബട്ടൺസ് നോക്കിയിട്ടുണ്ട്, കുറേ പേര് ഇമേജ് വ്യൂ നോക്കി, എഡിറ്റ് ബോക്സ് നോക്കി, പിന്നെ ടെക്സ്റ്റ് വ്യൂ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ കൺട്രോൾസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതേപോലെയുള്ള കുറേ വ്യൂസിനെ പറ്റിയിട്ടാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്. പിന്നെയാണ് ഡാറ്റ സ്റ്റോറേജ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്കിതിൽ ഇനി ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ആ കണ്ടൻറ്റ് പ്രൊവൈഡറും ബ്രോഡ്കാസ്റ്റ് റിസീവർ നമുക്ക് ലാബിൽ ചെയ്തു. എനിക്ക് തോന്നുന്നു അത് ചെയ്ത് നോക്കണേക്കാൾ കൂടുതൽ അത് നമുക്ക് ഈ മൊഡ്യൂൾ 3യിൽ നമുക്ക് ഈ വ്യൂസും അതേപോലെ ലേഔട്ട്സും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇതിൽ ഓരോ ലേഔട്ട്സും നമുക്ക് കൂടെ നമുക്ക് വ്യൂസും കൂടെ നമുക്ക് പഠിച്ചു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മൊഡ്യൂൾ 3യിലേക്ക് തുടങ്ങാം. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങൾക്കറിയാം അല്ലേ? ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണുന്ന ഒരു യൂസർ ഇൻ്റർഫേസ്, നിങ്ങളൊരു ഡിസൈൻ ചെയ്യുന്ന ആ ഓരോ യൂസർ ഇൻ്റർഫേസിനെയും നമ്മൾ ഓരോ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ആക്ടിവിറ്റിയിൽ നിന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ യൂസർ ഇൻ്റർഫേസും ഓരോ ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റിയുടെ അകത്ത് എന്താണ് ഉണ്ടാവുന്നത്? വിഡ്ജറ്റ്സ് ആണ് ഉണ്ടാവുന്നത് അല്ലേ? ലൈക്ക് ബട്ടൺസ്, ലേബൽസ്, ടെക്സ്റ്റ് ബോക്സസ്, എഡിറ്റ് ബോക്സസ്, അങ്ങനെയുള്ള പല സാധനങ്ങളാണ് വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ ആക്ടിവിറ്റിയിലും ഇതേപോലെയുള്ള വിഡ്ജറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. ഇനി നമുക്കറിയാം, അതേപോലെ തന്നെ നമ്മൾ ഈ XML ഫയൽ ഉപയോഗിച്ചും നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീനെ അല്ലെങ്കിൽ നമ്മുടെ UI-നെ നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഇനി റൺ ടൈം ചെയ്യുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ XML എന്ന് പറയുന്ന UI ഇൻ്റർഫേസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഓൺ ക്രിയേറ്റ് ഇവൻറ്റിൽ, അതായത് ആക്ടിവിറ്റി ക്ലാസ്സിൻ്റെ അകത്തുള്ള ഓൺ ക്രിയേറ്റ് ഇവൻറ്റിൻ്റെ അകത്തേക്ക് ഈ XML ഫയലിനെ ലോഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ആക്ടിവിറ്റി ക്ലാസ്സിൻ്റെ സെറ്റ് കണ്ടൻറ്റ് വ്യൂ r.layout.main എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ XML ഫയലിനെ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി ക്ലാസ്സിലേക്ക് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന ഇവൻറ്റിൽ നമ്മൾ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഡിസൈനിങ് എന്ന് പറയുന്ന പർപ്പസ് നടക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ റഫർ കോഡ് ഒന്ന് എടുത്ത് ഒന്ന് നോക്കുക. നമ്മുടെ എല്ലാ പ്രോഗ്രാമിൻ്റെയും മെയിൻ activity.java ഫയലിൻ്റെ അകത്ത് ഒരു സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മുടെ ലേഔട്ടിൻ്റെ അല്ലെങ്കിൽ XML ഫയലിൻ്റെ പേരായിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി കമ്പൈൽ ചെയ്യുന്നത്, നമ്മൾ റൺ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ആദ്യം കമ്പൈലേഷൻ ആയിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി. എല്ലാ പ്രോഗ്രാമും അല്ലെങ്കിൽ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും റൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താലും അവിടെ ആദ്യം എന്താ സംഭവിക്കുന്നത്? കമ്പൈലേഷനാണ്. അപ്പോഴാണ് എറേഴ്സൊക്കെ കാണിക്കുന്നത്. സോ കമ്പൈലേഷൻ ടൈമിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ XML ഫയലിലെ ഓരോ വിഡ്ജറ്റും അല്ലെ, XML ഫയലിൻ്റെ അകത്തുള്ള ഓരോ വിഡ്ജറ്റിനെയും കമ്പൈൽ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് GUI ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അവിടെ എന്താണെന്ന് വെച്ചാൽ, അതിന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ആട്രിബ്യൂട്ടും നമ്മുടെ XML ഫയലിൽ നമ്മുടെ വിഡ്ജറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസും അത് നമ്മുടെ GUI ക്ലാസ്സിൽ എങ്ങനെയാണ്? മെത്തേഡായിട്ടാണ്, ക്ലാസ് ആണത്. സോ അതിലെ മെത്തേഡ്സ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ മെത്തേഡ്സിനെ വെച്ച് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒരു യൂസർ ഇൻ്റർഫേസ്, നമ്മുടെ റൺ ചെയ്ത അവസാന സ്ക്രീൻ ലോഡാകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആൻഡ്രോയിഡ് സിസ്റ്റം ഒരു യൂസർ ഇൻ്റർഫേസ്, നമ്മുടെ ആക്ടിവിറ്റിയുടെ ഒരു യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു XML ഫയല് ഫൈനലി നമ്മൾ റൺ ചെയ്യുന്ന ടൈമിൽ ആ ഒരു സ്ക്രീനായിട്ട് ഒരു യൂസർ ഇൻ്റർഫേസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വ്യൂസ് ആൻഡ് വ്യൂ ഗ്രൂപ്പ്സ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്കറിയാവുന്നതാണ്, എന്നാലും ഒരു ഡെഫിനിഷൻ പോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് വ്യൂസ് ആൻഡ് വ്യൂ ഗ്രൂപ്പ്സ്. വ്യൂസ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം, ഓരോ വിഡ്ജറ്റ്സിനെയാണ് വ്യൂസ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് വ്യൂസിനെ പറയുന്ന പേരാണ് വ്യൂ ഗ്രൂപ്പ്സ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ വ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വിഡ്ജറ്റ് ദാറ്റ് ഹാസ് എൻ അപ്പിയറൻസ് ഓൺ ദ സ്ക്രീൻ. അത് നിങ്ങൾക്കറിയാം. എക്സാമ്പിൾസ് ഓഫ് വ്യൂസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബട്ടൺസ്, ലേബൽസ്, ടെക്സ്റ്റ് ബോക്സസ്, എക്സെട്ര. ഓക്കെ, എ വ്യൂ ഡിറൈവ്സ് ഫ്രം ദ ബേസ് ക്ലാസ് android.view. ഇത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മെയിൻ activity.java ഫയൽ നോക്കിയാൽ കാണാം, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോന്നും നമ്മൾ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? android.view എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്നാണ് നമ്മുടെ ഓരോ വിഡ്ജറ്റ്സും നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്.
ഇനി ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വ്യൂസിനെ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതെന്താവുന്നു? വ്യൂ ഗ്രൂപ്പായിട്ട് മാറുന്നു. ഓക്കെ, ഈ വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ ലേഔട്ട് ഇൻ വിച്ച് യു ക്യാൻ ഓർഡർ ദ അപ്പിയറൻസ് ആൻഡ് സീക്വൻസ് ഓഫ് വ്യൂസ്. അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസിൻ്റെ നമ്മുടെ യൂസർ ഇൻ്റർഫേസിൻ്റെ അകത്തുള്ള വ്യൂസ് ഏതൊക്കെ ഓർഡറിലും ഏതൊക്കെ സീക്വൻസിലും വരണം എന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന ഒന്നാണ് വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ലേ ഔട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ലേ ഔട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വ്യൂ ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ച ലീനിയർ ലേ ഔട്ട്, ആബ്സല്യൂട്ട് ലേ ഔട്ട്, പിന്നെ റിലേറ്റീവ് ലേ ഔട്ട്, അങ്ങനെ ഒരുപാട് ലേ ഔട്ട്സ് ഉണ്ട്. ഇതെല്ലാം വ്യൂ ഗ്രൂപ്പ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ വ്യൂ ഗ്രൂപ്പിൻ്റെ അകത്താണ് നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന വിഡ്ജറ്റ്സുകൾ ഏതൊക്കെ ഓർഡറിൽ വെക്കണം, ഏതൊക്കെ സീക്വൻസിൽ വെക്കണം, എന്തൊക്കെ പ്രിഫറൻസിൽ വെക്കണം എന്നെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വ്യൂ ഗ്രൂപ്പിൻ്റെ ആൻഡ്രോയിഡ് സപ്പോർട്ട്സ് ദ ഫോളോയിങ് വ്യൂ ഗ്രൂപ്പ്സ്. ഏതൊക്കെ വ്യൂ ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് നോക്കൂ. ലീനിയർ ലേ ഔട്ട് ഉണ്ട്, ആബ്സല്യൂട്ട് ലേ ഔട്ട് ഉണ്ട്, ടേബിൾ ലേ ഔട്ട് ഉണ്ട്, റിലേറ്റീവ് ലേ ഔട്ട് ഉണ്ട്, ആൻഡ് ഫ്രെയിം ലേ ഔട്ട് ഉണ്ട്. ഇത്രയും ലേ ഔട്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ലീനിയർ ലേ ഔട്ടും ആബ്സല്യൂട്ട് ലേ ഔട്ടും നമുക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാം. ഓക്കെ, പിന്നെ ഇതിലൊരു കൺസ്ട്രെയിൻ ലേ ഔട്ട് എന്ന് പറയുന്നുണ്ട്. കൺസ്ട്രെയിൻ ലേ ഔട്ട് എന്ന് പറയുന്നത് ബൈ ഡീഫോൾട്ട് ഇതിൽ വരുന്ന ആൻഡ്രോയിഡിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട്. ഇതിൽ ലീനിയർ ലേ ഔട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ? അപ്പോൾ ബാക്കിയുള്ള ലേ ഔട്ട്സൊക്കെ നമുക്ക് ഓരോ എക്സാമ്പിൾ വീതം, ചെറിയ ചെറിയ എക്സാമ്പിൾസ് വീതം നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ലീനിയർ ലേ ഔട്ട്. ലീനിയർ ലേ ഔട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും? ഒരു സിംഗിൾ കോളമായിട്ട്, അതായത് ഒന്നല്ലെങ്കിൽ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി വ്യൂസിനെ അറേഞ്ച് ചെയ്യുന്ന ലേ ഔട്ടാണ് ലീനിയർ ലേ ഔട്ട് എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്കറിയാവുന്ന നമ്മളെല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ നമ്മൾ വ്യൂസിനെല്ലാം ഹൊറിസോണ്ടലി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ വ്യൂസിനെല്ലാം നമ്മൾ വെർട്ടിക്കലി നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. സോ അങ്ങനെ അപ്പം ഒരു ലീനിയർ ലേ ഔട്ടിൻ്റെ ഉള്ളിൽ ഒന്നല്ലെങ്കിൽ ഹൊറിസോണ്ടലിന്നോ അല്ലെങ്കിൽ വെർട്ടിക്കലിന്നോ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിലൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു കാൽക്കുലേറ്ററൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ ലീനിയർ ലേ ഔട്ട് 2 തവണ യൂസ് ചെയ്തു. ഒരു ലീനിയർ ലേ ഔട്ടിൻ്റെ ഉള്ളിൽ ഒരു ലീനിയർ ലേ ഔട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ XML ഫയലിൻ്റെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ലീനിയർ ലേ ഔട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഓറിയൻറ്റേഷൻ ഇവിടെ വെർട്ടിക്കൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിഡ്ത്തും ഹൈറ്റും എല്ലാം ഫിൽ പാരൻ്റ് ആണ് കൊടുക്കുക. അപ്പോൾ പാരൻറ്റിൻ്റെ ഹൈറ്റും പാരൻറ്റിൻ്റെ വിഡ്ത്തും ആയിരിക്കും എടുക്കുക. പിന്നെ അതിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു വ്യൂ എന്ന് പറയുന്ന ടെക്സ്റ്റ് വ്യൂ ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഫിൽ പാരൻ്റ് ആണ്. അപ്പോൾ വിഡ്ത്ത് എന്തോരം ഉണ്ടാകും? ആ സ്ക്രീനിൻ്റെ അറ്റം വരെ ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഹൈറ്റോ അതിനുള്ളിൽ കൊടുക്കുന്ന കണ്ടൻറ്റ് എന്താണോ അത്രയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രിങ് ഹലോ എന്ന് പറഞ്ഞ് അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാർഡ് കോഡ് ചെയ്തിരിക്കുകയല്ല, നമ്മുടെ ഒരു സ്ട്രിങ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോൾഡറിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ഇതിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ലീനിയർ ലേ ഔട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇൻ ദ main.xml ഫയൽ ഒബ്സർവ് ദാറ്റ് ഇതിൽ റൂട്ട് എലമെൻ്റ് ഏതാണ്? ലീനിയർ ലേ ഔട്ട് എന്നുള്ളതാണ് ഇത് ഈ ഒരു XML ഫയലിൻ്റെ റൂട്ട് എലമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ചൈൽഡായിട്ട് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു എലമെൻ്റ് ഏതാണ്? ടെക്സ്റ്റ് വ്യൂ ആണ് ഈ റൂട്ട് എലമെൻറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. Each view and view group has a set of common attributes, some of which are described below. നിങ്ങൾക്കറിയാം ഓരോ വ്യൂവിനും കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ആട്രിബ്യൂട്ട്സാണ്. ലേ ഔട്ട് വിഡ്ത്ത്, ലേ ഔട്ട് ഹൈറ്റ്, ടെക്സ്റ്റ്, ഇതെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്. സോ കോമൺ ആയിട്ടുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് മാത്രം താഴെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ലേ ഔട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യൂയുടെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ലേ ഔട്ട് വിഡ്ത്ത്. അതേപോലെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുന്നതാണ് ലേ ഔട്ട് ഹൈറ്റ്. ഇനി മാർജിൻ ടോപ്പ് എന്താണ്? നമ്മുടെ വ്യൂവിൻ്റെ മോളിൽ, നമ്മുടെ മാർജിനിൽ നിന്ന് വ്യൂവിൻ്റെ അവിടം വരെ മോളിലേക്ക് എത്ര സ്പേസ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് മാർജിൻ ടോപ്പ്. അതേപോലെ മാർജിൻ ബോട്ടം എന്ന് പറഞ്ഞാലോ, താഴേക്ക് ഒരു വ്യൂവിൻ്റെ അവിടെ നിന്നും താഴേക്ക് മാർജിൻ വരെ എത്ര സ്പേസ് കൊടുക്കണം അല്ലെങ്കിൽ എത്ര ഗ്യാപ്പ് ഇടണം എന്ന് കാണിക്കുന്നതാണ് മാർജിൻ ബോട്ടം. അതേപോലെ മാർജിൻ ലെഫ്റ്റും ഉണ്ട്, മാർജിൻ റൈറ്റും ഉണ്ട്. ഇനി വെറുതെ മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര വാല്യൂസ് കൊടുക്കേണ്ടി വരും? 4 വാല്യൂസ്, ടോപ്പും ബോട്ടവും ലെഫ്റ്റും റൈറ്റും കൊടുക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് മാർജിൻ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ വ്യൂവും എവിടെ വെക്കണം? ലെഫ്റ്റിൽ വെക്കണോ, റൈറ്റിൽ വെക്കണോ, ടോപ്പിൽ വെക്കണോ, അല്ലെങ്കിൽ ബോട്ടം വെക്കണോ, സെൻറ്ററിൽ വെക്കണോ എന്നൊക്കെ അലൈൻ ചെയ്യാനുള്ളതാണ് ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ വിഡ്ത്ത് ഓഫ് ദ ടെക്സ്റ്റ് വ്യൂ എലമെൻറ്റ് ഫിൽസ് ദ എൻറ്റയർ
വിഡ്ത്ത് ഓഫ് ഇറ്റ്സ് പാരൻറ്റ് വിച്ച് ഈസ് സ്ക്രീൻ ഇൻ ദിസ് കേസ്. നമുക്കറിയാം, നമ്മളോട് പറഞ്ഞു ടെക്സ്റ്റ് വ്യൂവിൻ്റെ എന്താണ് വിഡ്ത്ത് പറഞ്ഞിരിക്കുന്നത്, ഫിൽ പാരൻ്റ് ആണ് കോൺസ്റ്റൻ്റ് കൊടുത്തിരിക്കുന്നത്. ഫിൽ പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എൻറ്റയർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഡ്ത്ത് എൻറ്റയർലി കവർ ചെയ്ത് നിൽക്കും, അതിനെയാണ് നമ്മൾ ഫിൽ പാരൻ്റ് കൊടുക്കുന്നത്. ഇനി ഹൈറ്റ് എങ്ങനെയാണ്, റാപ്പ് കണ്ടൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്. റാപ്പ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ആ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് വ്യൂവിന് എന്താണ്, ഇപ്പോൾ ഹലോ വേൾഡ് എന്നാണ് എൻ്റെ കണ്ടൻറ്റ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഹലോ വേൾഡ് ടൈപ്പ് ചെയ്യാൻ എടുക്കുന്ന അത്രയും ഹൈറ്റ് മാത്രമേ അതിനുണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. ഓക്കെ, അത് ഹൈറ്റ് ഓഫ് ഇറ്റ്സ് കണ്ടൻറ്റ്. ഇനി ടെക്സ്റ്റ് വ്യൂവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ വിഡ്ത്തും നമുക്ക് അറ്റം വരെ വേണ്ട, രണ്ട് മാർജിനിലേക്ക് അറ്റം എൻഡ് വേണ്ടാന്ന്, അത്രയും വിഡ്ത്ത് വേണ്ടാന്നാണെങ്കിൽ നമുക്ക് എന്തായിട്ട് മാറ്റാം, ഫിൽ പാരൻ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഏതിലേക്ക് മാറ്റാൻ പറ്റും, റാപ്പ് കണ്ടൻറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്ത് അല്ലാതെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് 160 dp 150 dp എന്നൊക്കെ പറഞ്ഞ് ഒരു ആബ്സല്യൂട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് ഹാർഡ് കോഡഡ് വാല്യൂവിലേക്കും നമുക്ക് വിഡ്ത്തും ഹൈറ്റും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലീനിയർ ലേഔട്ടിൻ്റെ ഡീഫോൾട്ട് ഓറിയൻറ്റേഷൻ ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്, ഹൊറിസോണ്ടലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ലീനിയർ ലേഔട്ട് ഓൾറെഡി നമ്മൾ ചെയ്ത് പഠിച്ചതായതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, ഇതിൽ നിന്നെല്ലാം വളരെ ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഓരോ ലേഔട്ടിലും വരുള്ളൂ. രണ്ടാമത്തെ ലേഔട്ട് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ലേഔട്ടാണ്. ആബ്സല്യൂട്ട് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ 160 dp 150 dp എന്നൊക്കെ പറയുന്നതിനാണ് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. സോ അതേപോലെ എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ഓരോ വ്യൂവും പറയുന്ന ലേഔട്ടിനെയാണ് ആബ്സല്യൂട്ട് ലേഔട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റാപ്പ് കണ്ടന്റ് എന്നോ ഫിൽ പാരൻ്റ് എന്നോ ആയിരിക്കില്ല, എക്സാക്റ്റ് വാല്യൂ പറഞ്ഞു കൊടുക്കും. 200 dp ഇത്രയും വിഡ്ത്ത് 200 dp അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും എക്സാക്റ്റ് വാല്യൂ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്ന ലേഔട്ടിനെയാണ് ആബ്സല്യൂട്ട് ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആബ്സല്യൂട്ട് ലേഔട്ട് എങ്ങനെ കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ലീനിയർ ലേഔട്ട് എന്ന് കൊടുത്ത പോലെ തന്നെ ആബ്സല്യൂട്ട് ലേഔട്ട് എന്ന് കൊടുത്തു. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഫിൽ പാരൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അതിനകത്ത് വെച്ചിരിക്കുന്ന വ്യൂ ഏതാണ്, അതിനകത്ത് ബട്ടനാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, 188 dp എന്ന് കൊടുത്തു. ഇനി ഇതേ ലേഔട്ടിൻ്റെ ഇതാണ് കൊടുത്തത് 128 പിക്സൽ px എന്ന് പറയുന്നത് അത്രയും എക്സ് വാല്യൂവും അതിൻ്റെ വൈ വാല്യൂ എത്രയാണ് കൊടുത്തത്. അപ്പോൾ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത്, എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി അത് എവിടെ വെക്കണം, വൈ എന്ന് പറഞ്ഞാൽ വേർട്ടിക്കലി അത് എവിടെ വെക്കണം. അപ്പോൾ 126 പിക്സലിൻ്റെയും 361 പിക്സലും വരുന്ന പോയിന്റ് എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ ബട്ടൺ എന്ന് പറയുന്ന കൺട്രോൾ വച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആബ്സല്യൂട്ട് ലേഔട്ടിൽ വരുന്ന ഒരു എക്സാമ്പിളൊക്കെ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അടുത്തത് ഒരു ടേബിൾ ലേഔട്ടാണ്. ടേബിൾ ലേഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ടേബിളിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടാവും, നിങ്ങൾ HTML പഠിച്ചതാണ്. ടേബിളിൻ്റെ റോസും കാണും, ടേബിളിൻ്റെ കോളംസും കാണും. അപ്പം അതേപോലെ റോസും കോളംസും ആയിട്ട് നമുക്ക് നമ്മുടെ വ്യൂസിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഔട്ടാണ് ടേബിൾ ലേഔട്ട്. അപ്പോൾ ലീനിയർ ലേഔട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലേഔട്ട് ടേബിൾ ലേഔട്ട്. ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ വ്യൂസിനെയും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ടേബിൾ ലേഔട്ടിൽ സാധിക്കും. ഇനി ടേബിൾ ലേഔട്ടിൻ്റെ അകത്ത് റോസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ടേബിൾ റോ ആണ്. നിങ്ങൾ HTML TR എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മുടെ ആൻഡ്രോയിഡിൽ നമ്മൾ കൊടുക്കുന്നത് ടേബിൾ റോ എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ടു ഡെസിഗ്നേറ്റ് എ റോ ഇൻ ദ ടേബിളിൽ റോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻറ്റ് ടേബിൾ റോ ആണ്. ഇനി ഓരോ റോയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് കൊടുക്കാൻ പറ്റും. അതിനെന്താ കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ, ഓരോ റോയിലും നമുക്ക് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓരോ റോയിലും ഇപ്പോൾ ഒരു റോയുടെ ഉള്ളിൽ നിങ്ങൾ 3 എലമെൻറ്റ് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എത്ര സെൽസ് വന്നു അല്ലെങ്കിൽ എത്ര കോളംസ് വന്നു, 3 കോളംസ് വന്നു. ഓക്കെ, ഇനി ഓരോ കോളത്തിൻ്റെയും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ കോളത്തിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യൂ ഉണ്ടാവില്ല. ഇപ്പോൾ ചിലപ്പോൾ ബട്ടനായിരിക്കും ഏറ്റവും വലുത്, ആ ഏറ്റവും വലിയ ബട്ടൻ്റെ വിഡ്ത്തായിരിക്കും ഓരോ കോളത്തിനും വരിക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ലേഔട്ടിന് ലീനിയർ ലേഔട്ട് എന്നൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ടേബിൾ ലേഔട്ട് എന്ന് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ പറഞ്ഞു. ഞാൻ ആദ്യം ഒരു ടേബിൾ റോ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഒരു റോ വന്നു. ടേബിളിൻ്റെ റോയ്ക്കകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട്, ഒരു ടെക്സ്റ്റ് വ്യൂവും വന്നിട്ടുണ്ട്, പിന്നെ ഒരു എഡിറ്റ് ടെക്സ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റോയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു റോ വന്നു, അതിൽ 2 വ്യൂസ് വെച്ചു, ഒരു ടെക്സ്റ്റും വെച്ചു, പിന്നെന്താ വെച്ചിരിക്കുന്നത്, ഒരു ടെക്സ്റ്റ് വ്യൂവും വെച്ച് യൂസർ നെയിം എന്നിങ്ങനെ എഴുതി. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഹൊറിസോണ്ടലി തന്നെ എന്ത് വന്നിട്ടുണ്ട്, അവിടെ യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു സ്ഥലവും വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടേബിൾ ഡ്രോ എടുത്തു. അതിൻ്റെ അകത്ത് എന്താ വെച്ചിരിക്കുന്നത്, പാസ്വേഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് കൊടുത്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു എഡിറ്റ് ടെക്സ്റ്റും കൊടുത്തു.
അപ്പോൾ ആദ്യത്തെ 2 റോ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടേബിൾ റോ ഓപ്പൺ ചെയ്തു. അതിലെന്താ വെച്ചിരിക്കുന്നതെന്ന് നോക്കൂ. അതിലൊരു ബട്ടൺ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു യൂസർ ലോഗിൻ പേജാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം ഉള്ളവർ ഇതൊന്ന് ടേബിൾ ലേഔട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അല്ലാത്തവർക്ക് ഞാനൊരു ടേബിൾ ലേഔട്ടിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാണ് ടേബിൾ ലേഔട്ട് എന്ന് പറയുന്നത്. ഒരു ടേബിൾ ഡ്രോയിങ് കാണും. ടേബിൾ ഡ്രോയിൻ്റെ അകത്ത് നമുക്ക് എത്ര വ്യൂസ് വേണമെങ്കിലും വെക്കാം. ഓരോ വ്യൂ വെക്കുമ്പോഴും അതിൽ ഓരോ കോളമായിട്ടായിരിക്കും ക്രിയേറ്റ് ആവുക. ഓക്കെ, ഇവിടെ ആദ്യത്തെ റോയിലും രണ്ടാമത്തെ റോയിലും എത്ര കോളംസ് വീതമുണ്ട്? 2 കോളംസ് വീതമുണ്ട്. ആദ്യത്തെ കോളത്തിൽ പാസ്വേഡും രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റും. അതുപോലെ ഫസ്റ്റ് ടേബിൾ റോയിൽ ആദ്യത്തെ കോളത്തിൽ വരുന്നത് യൂസർ നെയിം എന്ന് പറയുന്ന ടെക്സ്റ്റ് വ്യൂവും രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് ആ യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സുമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ലേഔട്ടാണ്. റിലേറ്റീവ് ലേഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറവും ഇപ്പുറവുമുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന എലമെൻറ്റുമായിട്ട് എങ്ങനെ വേണം നമ്മളിപ്പോൾ പറയുന്ന എലമെൻറ്റ് പൊസിഷൻ ചെയ്യേണ്ടത്. ചൈൽഡ് വ്യൂസ് ആർ പൊസിഷൻഡ് റിലേറ്റീവ് ടു ഈച്ച് അതർ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വ്യൂവിനെ എങ്ങനെ വെക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. റിലേറ്റീവ് ലേഔട്ട് എന്ന് കൊടുത്തു. അതിന് ഫിൽ പാരൻ്റ് വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്തു. ഇനി ഒരു ടെക്സ്റ്റ് വ്യൂ ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് വ്യൂവിൻ്റെ ID LBL കമൻറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് ലേഔട്ട് അലൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആ പാരൻറ്റിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പാരൻറ്റ് ഈ ലേഔട്ടിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ടോപ്പും ലെഫ്റ്റും. അപ്പം ഏറ്റവും മുകളിലായിരിക്കും ടെക്സ്റ്റ് വ്യൂ വരിക. അതിൻ്റെ ടോപ്പും ലെഫ്റ്റും ട്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി കൊടുത്തിരിക്കുന്ന അടുത്ത വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു എഡിറ്റ് ടെക്സ്റ്റാണ്. ഇനി എഡിറ്റ് ടെക്സ്റ്റിൻ്റെ അലൈൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ഏതിന് ലെഫ്റ്റായിട്ടാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്? LBL കമൻറ്റ്. LBL കമൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടെക്സ്റ്റ് വ്യൂ ആണ്. ടെക്സ്റ്റ് വ്യൂവിൻ്റെ ഇടതുവശത്തായിട്ട് അലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇടതുവശത്ത് മാത്രമായ പോരാ, പിന്നെ എവിടെയാ? ബിലോ. ആ ലേബൽ കമൻറ്റ്സ് എന്ന് പറയുന്ന ആ വ്യൂവിൻ്റെ താഴെ. അപ്പം ഞാൻ ഈ ലേബൽ കമൻറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് വ്യൂ നീക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്താൽ അതിൻ്റെ കൂടെ ആര് മൂവ് ചെയ്യും? ഈ എഡിറ്റ് ടെക്സ്റ്റ് മൂവ് ചെയ്യും. കാരണം എന്താണ്? ഈ ടെക്സ്റ്റ് വ്യൂവിൻ്റെ പ്ലേസിനെ ബേസ് ചെയ്തിട്ടാണ് ആരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഈ എഡിറ്റ് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് റിലേറ്റീവ് ലേഔട്ട് എന്ന് പറയുന്നത്. റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്ന വ്യൂവിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ആരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? എഡിറ്റ് ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് റിലേറ്റീവ് ലേഔട്ട് എന്ന് പറയുന്നത്. Each view embedded within the relative layout has attributes that enable it to align with another view. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വേറൊരു വ്യൂ ആയിട്ട് അലൈൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ റിലേറ്റീവ് ലേഔട്ടിൻ്റെ അകത്തുള്ള ഓരോ വ്യൂസും. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. അലൈൻ പാരൻറ്റ് ടോപ്പ്, അലൈൻ പാരൻറ്റ് ലെഫ്റ്റ്, അലൈൻ റൈറ്റ്, ലേഔട്ട് ബിലോ, ലേഔട്ട് സെൻറ്റർ, ഹൊറിസോണ്ടൽ. ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം നമുക്ക് ഈ റിലേറ്റീവ് ലേഔട്ടിൽ യൂസ് ചെയ്യാവുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഫ്രെയിം ലേഔട്ടാണ്. ഫ്രെയിം ലേഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫ്രെയിംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. HTML എന്തായിരുന്നു? ഒരു ഹോൾഡറാണ് അല്ലേ? നമ്മുടെ സ്ക്രീനിനെയൊക്കെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫ്രെയിം ലേഔട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേസ് ഹോൾഡർ എന്ന് നമുക്ക് പറയാം. സ്ക്രീനിൻ്റെ അകത്ത് ഒരു സിംഗിൾ വ്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ഫ്രെയിം ലേഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു റിലേറ്റീവ് ലേഔട്ടിൻ്റെ ഉള്ളിൽ ഒരു ഫ്രെയിം ലേഔട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ ഫ്രെയിം ലേഔട്ടിൽ ഒരു സിംഗിൾ വ്യൂവേ വെച്ചുള്ളൂ. ആ സിംഗിൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് വ്യൂവാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്തേക്കണേന്ന് വെച്ചാൽ ഈ ഇമേജ് വ്യൂവിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഈ ഫ്രെയിം ലേഔട്ടിൻ്റെ അകത്ത് ഒരു റിലേറ്റീവ് ലേഔട്ട് വെച്ചു. റിലേറ്റീവ് ലേഔട്ടിൻ്റെ അകത്ത് നമ്മളൊരു ഇമേജ് വ്യൂ മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഫ്രെയിം ലേഔട്ടിൻ്റെ അകത്ത് ഒരു ബട്ടണും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബട്ടൺ എന്ത് ചെയ്യും? ആ താഴെ കിടക്കുന്ന ഇമേജിനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും ബട്ടൺ. അപ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? ഒരു ഇമേജിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഇരിക്കുന്നു, അതിൻ്റെ മുകളിൽ നമ്മളൊരു ബട്ടൺ വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരിക്കും ഈ ഫ്രെയിം ലേഔട്ട് ഇരിക്കുന്നത്. അതിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റിലേറ്റീവ് ലേഔട്ടിൻ്റെ ഉള്ളിൽ നേരത്തെ ഒരു ടെക്സ്റ്റ് വ്യൂ വെച്ചിട്ടുണ്ട് റിലേറ്റീവ് ലേഔട്ടിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇനി എന്നിട്ട് ദിസ് ഈസ് മൈ ലവ്ലി ഡോഗ് ഓക്കി എന്ന് ഇവിടെ ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ നമ്മൾ ഈ റിലേറ്റീവ് ലേഔട്ടിൽ തന്നെ നമ്മളൊരു ഫ്രെയിം ലേഔട്ട് വെച്ചു. എന്നിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു ഇമേജ് വ്യൂ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇമേജ് വ്യൂ ഓക്കെ എന്ന് പറയുന്ന ഡോഗിൻ്റെ ഒരു ഇമേജാണ് അതിൻ്റെ സോഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ബട്ടനും വെച്ചിട്ടുണ്ട്. ഫ്രെയിം ലേഔട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇമേജ് വ്യൂവും വെച്ചു, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബട്ടനും പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രെയിം ലേഔട്ട് ക്ലോസ് ചെയ്തു, റിലേറ്റീവ് ലേഔട്ടും ക്ലോസ് ചെയ്തു. നിങ്ങൾ നോക്കിക്കേ,
ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ കാണുന്നത് ഫ്രെയിം ലേഔട്ടാണ്. ഓക്കെ, ആ ഫ്രെയിം ലേഔട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വെച്ചിരുന്നത്? ആദ്യം ഒരു ടെക്സ്റ്റ് വ്യൂവും വെച്ചു, അതിൻ്റെ താഴെ ഒരു ഓക്കെ എന്ന് പറയുന്ന ഡോഗിൻ്റെ ഫിഗറും വെച്ചു. ഇനി റിലേറ്റീവ് ലേഔട്ടിൽ എന്താ വെച്ചിരുന്നത്? ഒരു ബട്ടനാണ്. ആ ബട്ടൺ എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ ഈ ഒരു ഇമേജ് വ്യൂവിന് അല്ലെങ്കിൽ ഫ്രെയിം ലേഔട്ടിനെ ഓവർലാപ്പ് ചെയ്ത് പ്രിൻ്റ് പിക്ചർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു റിലേറ്റീവ് ലേഔട്ട്, ഫ്രെയിം ലേഔട്ട് നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറേ സ്പേസ് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തതുപോലെ നമുക്കൊരു പ്ലേസ് ഹോൾഡർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രെയിം ലേഔട്ടിനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ ലേഔട്ട്സ്, ഈ വ്യൂ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലെ ക്രിയേറ്റ് ചെയ്ത്, ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ താങ്ക് യു.